എവ്രിവൺ. അപ്പൊ നമ്മുടെ സ്കൂൾ KKTM-GGHS സ്കൂളിന്റെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമുക്ക് സ്കൂളിന്റെ അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ പരിപാടികൾ നടക്കുന്നതെന്ന്. കം ഓൺ ഗായ്സ്, നമ്മുടെ സ്കൂളിന്റെ ഒരു അടിച്ചുപൊളിച്ച് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാ പിള്ളേരും നല്ല അടിപൊളി വൈബിലാണ് നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിലത്തെ ഗേൾസിന്റെ പവർ ആണിത്. സോ നമുക്ക് വീണ്ടും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷങ്ങളെല്ലാം കാണാം. ലെറ്റ്സ് ഗോ. ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ KKTM-GGHS സ്കൂളിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് 10 ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും കേക്ക് കട്ടിങ്ങും എല്ലാം ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ എല്ലാരും ഇവിടെ കേക്കിന്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേക്ക് കട്ടിങ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. HM ഉണ്ട്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഫിലിപ്പ് സാറ്, നമ്മുടെ സ്വന്തം PTA പ്രസിഡന്റ് ഉണ്ട്, ശ്രീലത ടീച്ചർ ഉണ്ട്, സുജാത ടീച്ചർ ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ 10 ക്ലാസിന്റെ കേക്ക്. ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് കേക്കാണ് ഗിഫ്റ്റ് ചെയ്തത് ഗൈസ്. സോ ഇതാണ് ഞങ്ങളുടെ 10 ഫാമിലി, ഞങ്ങളുടെ 10 ഫാമിലി ഗായ്സ്. സോ ഞങ്ങളുടെ കേക്ക് മുറി ചടങ്ങിലേക്ക് കടന്നാലോ? ഓക്കെ. Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. അങ്ങനെ ഞങ്ങളുടെ HM എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു കഴിഞ്ഞു. ഞാൻ കഴിക്കാൻ പോവാ. അപ്പൊ നമ്മുടെ HM സ്നേഹപൂർവ്വം നമുക്ക് ക്ലാസ്സിൽ കേക്ക് വന്ന് കട്ട് ചെയ്ത് തന്നു. സോ ഇറ്റ് വാസ് an amazing cake cutting. Thank you. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങിന്റെ പാർട്ടിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം ലീഡർ, ക്ലാസ് ലീഡർ ആണ് കേട്ടോ ഫസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞോ, ക്ലാസ് ലീഡർക്ക് ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത്? വളരെ എക്സൈറ്റിംഗ്. ജീവ. ഓ, ജീവനാണ്. വളരെ നമുക്ക് ആകാംക്ഷ കൂടുന്ന ഒരു സമയമാണ് ഈ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ലൈക്ക് നമുക്ക് ആരെയാണ് കിട്ടിയേക്കണത് അറിയാൻ പാടില്ലല്ലോ. ലൈക്ക് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, നമ്മളായിരിക്കാണ് കിട്ടിയേക്കണെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് അനുശ്രീയുടെ അടുത്ത് ചോദിച്ചറിയാം എന്തായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോഴും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയപ്പോഴും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്താന്ന്. സോ അനുശ്രീ പറഞ്ഞോളൂ. എനിക്ക് ജീവനെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്താണ് കൊടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ കടയിൽ പോയി ഞാൻ കുറേ പ്രാവശ്യം നോക്കി. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഇവളുടെ മെയിൻ ആയിട്ട് തോന്നിയത് ഇവളുടെ ചുരുണ്ട മുടിയാണ്. അപ്പം അതേപോലത്തെ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇവൾക്ക് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓ, ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ്. സ്വന്തം ക്രിസ്മസ് ഫ്രണ്ടിന് എന്ത് സ്യൂട്ട് ആവും ആലോചിച്ചിട്ട് നല്ലൊരു ഗിഫ്റ്റ് ആണ് അനുശ്രീ മേടിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് അവരെ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് സീനിലേക്ക് പോവാം. അപ്പൊ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്തായിരുന്നു ലൈക്ക് ഫീലിംഗ്? യുവർ ഫീലിംഗ്, എക്സ്പ്ലെയിൻ യുവർ ഫീലിംഗ്. സന്തോഷമായി, അത്ര സന്തോഷമായി. ഇനി നമുക്ക് ചോദിച്ചറിയാം ജീവക്കാരാണ് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയേക്കണെന്ന്. സോ ജീവ പറഞ്ഞോ, ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയേക്കണം? ആഷിയ. ഓ, വൺ ഓഫ് ജീവാസ് ബെസ്റ്റ് ഫ്രണ്ടിനാണ് ജീവക്ക് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയേക്കുന്നത്. സോ യു ക്യാൻ എക്സ്ചേഞ്ച് യുവർ ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും നോട്ടം മെയിൻ ആയിട്ട് കേക്കിലേക്കാണ്. അപ്പൊ വിഷ് യു മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നിങ്ങൾ 10 ക്രിസ്മസ് സെലിബ്രേഷനും ഗിഫ്റ്റ്സും എല്ലാം കണ്ടില്ലേ? ഞങ്ങൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ HM വന്ന് കേക്ക് മുറിച്ച് തന്നു. ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഇതൊരു അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗൈസ് വാച്ചിങ് ദിസ് 10E സെലിബ്രേഷൻ.
Merry Christmas. We wish you a Merry Christmas. We wish you New Year. Happy New Year. Happy Christmas. Happy Christmas, teacher. Happy Christmas. ഞാനെടുത്തു ഇന്ന് സംഭവിച്ചു. Thank you, teachers. നമ്മുടെ 10B-യുടെ ക്രിസ്മസ് സെലിബ്രേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. പറയൂ. നമ്മുടെ 10B-യിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കാണ് ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആയ ഫാത്തിമ നസ്രീൻ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ കൂടെ നമ്മുടെ HM എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇന്നത്തെ ബർത്ത്ഡേ കാര്യം കൂടി ഉണ്ട്, ഐഷാദുവ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas and a Happy New Year. നമ്മുടെ 10th-ലെ ബെസ്റ്റ് കേക്ക് തന്നെയാണെന്ന് പറയാൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്തുവിനോട് ചോദിക്കാം, എന്താണ് ഈ കേക്ക് ഉണ്ടാക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് ആയത്? ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ടീച്ചർ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. അതിന് മുമ്പ് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിക്ക് കേക്ക് ഉണ്ടാക്കണം എന്ന്. അപ്പം പിന്നെ ടീച്ചർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കി. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നന്മ പങ്കിടുന്നൊരു ദിവസമാണ് ക്രിസ്മസ്. ക്രിസ്മസിന് മുന്നോടിയായി തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. എല്ലാവരും ക്ലാസ്സുകളിൽ കേക്കുകൾ മുറിക്കുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു. ഒത്തിരി സ്നേഹത്തോടെയാണ് നമ്മളെല്ലാവരും. ഈ ഒരു സന്തോഷവും സ്നേഹവും എൽക്കാലവും നമുക്ക് തുടരാൻ കഴിയട്ടെ. ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമാപനമായി നമുക്ക് പുതിയൊരാഘോഷം കൂടിയുണ്ട്. ന്യൂ ഇയർ വരികയാണ്. ഈ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ സാധിച്ചില്ല, എല്ലാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്ത വർഷത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാനും എൻ്റെ കുട്ടികൾക്ക് കഴിയട്ടെ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓർമ്മകളിലെന്നും ക്രിസ്മസിന് മഞ്ഞിൻ്റെ ഒരു തണുപ്പാണ്.
ഞങ്ങളുടെയൊക്കെ ബാല്യങ്ങളിൽ ക്രിസ്മസ് ആഘോഷം ഇത്ര കണ്ട് വിപുലമായിരുന്നില്ല. എങ്കിൽ പോലും കഥകളിൽ വായിച്ചും പറഞ്ഞു കേട്ടും ക്രിസ്മസ് ഞങ്ങൾക്കൊക്കെ ഒരു വികാരപരമായിട്ടുള്ള ആഘോഷമായിരുന്നു. ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഒരുപാട് ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന നാളുകളാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സാന്താക്ലോസ് എന്ന അപ്പൂപ്പൻ നമ്മൾ തേടി വരുന്നുള്ള ആ ഒരു വിശ്വാസമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൂപ്പൻ വന്നില്ലെങ്കിലും എല്ലാ വർഷവും ക്രിസ്മസ് വരുമായിരുന്നു, നമ്മൾ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ നമ്മളും ഒരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ. സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഒരു ദിവസമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു വരുന്നത്. ഈ ആഘോഷവേളയിൽ എല്ലാവരും ഒത്തുചേർന്ന് എല്ലാവർക്കും നല്ല സന്ദേശങ്ങൾ മാത്രം കൈമാറുക എന്നൊരു ഉദ്ദേശവും കൂടി ഈ ക്രിസ്മസ് ദിനത്തിലുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ദിന ആശംസകൾ. കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തോഴത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ സ്നേഹത്തോടെ സംസാരിക്കാനോ പുഞ്ചിരിയോടെ സംസാരിക്കാനോ ഇന്ന് ആർക്കും നേരമില്ല. ഈ നേരമില്ലാത്ത ഈ ലോകത്ത് കാലിത്തൊഴുത്തിൽ പിറന്ന യേശുനാഥൻ്റെ ലളിതമായ ജീവിതത്തിലൂടെ നമ്മൾക്ക് മാതൃകയായി തീർന്ന യേശുനാഥൻ്റെ പാത പിന്തുടരാനായിട്ട്, നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് ഈ ക്രിസ്മസ് ദിനങ്ങൾ ആകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ആദ്യമേ തന്നെ ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറയുക എപ്പോഴും ഒരു ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ഒത്തുചേരലായിട്ടാണ് നമ്മൾ ക്രിസ്മസിനെ എപ്പോഴും എന്നും സൂക്ഷിച്ചു വയ്ക്കുന്നത്. ധനുമാസത്തിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ ലോകരക്ഷകനായിട്ട് നമ്മുടെ ഉണ്ണിയേശു പിറക്കുകയും അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആണ് അങ്ങനെ ഒരു സാഹോദര്യം അവിടെ വളർത്തിയെടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ്. എല്ലാവർക്കും എപ്പോഴും ശാന്തിയുടെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കുന്ന ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. Silent night, holy night, all is calm, all is bright, round yon virgin mother and child, holy infants so tender and mild, sleep in heavenly peace, sleep in heavenly peace. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒത്തുചേരലിൻ്റെയും സന്ദേശം നൽകുന്ന ഒന്നാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തിൽ മേലായിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേരൊക്കെ പൊളി വൈബാണ്. എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാവരും ഇന്ന് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. സുന്ദരന്മാരില്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടീച്ചേഴ്സും പ്രത്യേകിച്ച് ടീച്ചേഴ്സും അതെ പിള്ളേരൊപ്പം പിള്ളേരേത് ടീച്ചേഴ്സ് എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു
തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പൊ അവരത് സ്റ്റാർട്ട് ചെയ്യും. ഹൈസ്കൂൾ ഗാനാലോപന ഹൈസ്കൂൾ എത്രയും വേഗം സ്റ്റെപ്പിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. സ്റ്റെപ്പ് അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഹൈസ്കൂൾ കരോൾ ഗാന മത്സരമാണ്. കരോൾ ഗാന മത്സരത്തിന് വേണ്ടി എല്ലാവരും ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരുടെ പ്രിപ്പറേഷൻസും മത്സരവും കാണാം. അപ്പോ അവരവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഇവിടെ ക്രിബും ക്രിസ്മസ് ട്രീയും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ ടീച്ചറും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ കൂട്ടുകാരും. അപ്പൊ നമുക്ക് അതെല്ലാം കാണാം. അപ്പൊ നമ്മുടെ 10C-ക്കാരെ കരോൾ ഗാന മത്സരമാണ് അടുത്തതായിട്ട് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവരുടെ 10C-ക്കാരെ ഇവിടെ ഫുൾ പ്രിപ്പയർ ആയിട്ട് ഇപ്പൊ ഉണ്ട്. ടീച്ചറെ, 10C-യുടെ ക്ലാസ് ടീച്ചറാണിത്, നിലീന ടീച്ചർ. ടീച്ചറിന്റെ ക്ലാസ് ഇതല്ലേ കരോൾ ഗാന മത്സരം ഫസ്റ്റ് പങ്കെടുക്കാൻ പോകുന്ന ഞങ്ങളെപ്പോ വേണേലും പാടാൻ തയ്യാറാണ്. അവരെപ്പോ വേണേലും പാടാൻ തയ്യാറാണെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പൊ നമുക്ക് അവരുടെ പാട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മുടെ 10C-ക്കാരുടെ കരോൾ ഗാന മത്സരത്തിന് വേണ്ടി അവരവിടെ ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് 10C-ക്കാരുടെ കരോൾ ഗാന മത്സരം. 10C കുട്ടികളോടൊപ്പം അവരുടെ സ്വന്തം നിലീന ടീച്ചർ ക്ലാസ് ടീച്ചറും. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി, സർവലോകർക്കും നന്മയേകും കാരുണ്യമായി, ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ കുഞ്ഞിരുന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി, സർവലോകർക്കും നന്മയേകും കാരുണ്യമായി, ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി, അവർ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ട
ടീച്ചറും. അപ്പൊ നമുക്ക് അടുത്ത കരോൾ ഗാനം കണ്ടാലോ? ലെറ്റ്സ് ഗോ. ഈ ജയക്കാരൊക്കെ ഇവിടെ കരോൾ ഗാനത്തിന് വേണ്ടി ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അവരെ കരോൾ ഗാനം കാണാം. സ്നേഹഗീതം ആയിരുന്നില്ലേ? അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ക്ലാസ് 10B. അപ്പൊ നമുക്ക് അവരെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവരെ കരോൾ ഗാനം കേട്ട് സെറ്റ് വൈബാക്കാം ഗൈസ്. ഇന്നത്തെ ക്രിസ്മസ് ഓൺ KKTM ഈസ് ഫുൾ ഓൺ ഫുൾ പവർ. അപ്പൊ നമ്മുടെ 10B കാരൊപ്പം നമ്മുടെ സ്വന്തം ക്ലാസ് ടീച്ചർ നിമ്മി ടീച്ചറും കൂടെ ഉണ്ട്. നിമ്മി ടീച്ചർക്ക് ഫാൻസ് ആണ് ഗൈസ്, ഫാൻസ്. അപ്പൊ നിമ്മി ടീച്ചർക്ക് നമുക്ക് മൈക്ക് കൊടുത്തിട്ട് ഇവരെ അടിപൊളി കരോൾ ഗാനം കേൾക്കാം. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നിത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. ആഹാ ഉന്നതരെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. എമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിൽ എല്ലാരും. കണ്ണോട് കണ്ണായി കാണാം നാമത്തെ. പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിന് ആനന്ദം പൂന്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. എന്നും ക്രിസ്മസിന് ആനന്ദം പൂന്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ.
അത് വ്യർത്ഥമായി. മണ്ണിൽ ഒട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ മനസ്സിൽ പിറന്നില്ലേൽ അത് വ്യർത്ഥമായി. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ, ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ, ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിൻ്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നിത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിൻ്റെ മണ്ണിൽ. ടീച്ചറിന്റെ പിള്ളേരുടെയും അടിപൊളി കരോർഗാനം നിങ്ങൾ കേട്ടില്ലേ? നല്ല രസം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിമ്മി ടീച്ചർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ ചിൽഡ്രൻസ്? അടിപൊളി. ഇംഗ്ലീഷ് ടീച്ചർ ഇസ് കറക്റ്റിംഗ് മൈ മിസ്റ്റേക്ക്. ഇനി പങ്കെടുക്കാൻ ഏതെങ്കിലും ക്ലാസ്സുകാരുണ്ടോ? അപ്പൊ ഗൈസ്, KKTMന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഏകദേശം അവസാനത്തോട് അടുക്കുകയാണ്. അപ്പോ എല്ലാരും വൈബാക്കാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ ടീച്ചേഴ്സ് വേണ്ടി നമുക്ക് അടിപൊളി സോങ്സ് വെച്ചുതരാൻ പോവാണ്. വൈബാക്കൂലേ? യെസ്. അപ്പോ നമ്മുടെ KKT